ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്നത്തെയും പോലെ യോഗ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ. ഇന്നത്തെ ഒരു പ്രത്യേകത നോമ്പിന് നനച്ചുള്ളി, അതായത് വീടൊക്കെ തട്ടിക്കൊട്ടി ജനൽവാതിലുകളും മറ്റെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കലാണ് കേട്ടൊന്ന്. അതിന് എങ്ങനെ രാവിലെ മുതൽ പണികളൊക്കെ തീർക്കേണ്ടത് എന്നാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും അടുക്കളയിലുള്ള പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ യോഗ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 6:30 ആയിട്ടോ. അത് കഴിഞ്ഞ് ഒരു 6:45 അടുക്കളയിലേക്ക് വന്നത്. തലേന്ന് രാത്രി പച്ചരി അതുപോലെ ചെറുപ്പയറും വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ആദ്യം നമ്മൾ ചെറുപ്പയർ കറി ഉണ്ടാക്കാം. അപ്പോൾ ചെറുപ്പയർ നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇടുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നൊരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറുപ്പയർ കറി നമുക്ക് ആക്കാം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് അതിലേക്ക് പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് 2-3 വിസിലടുപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യത്തിന് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വരണ്ടല്ലോ. അപ്പോൾ ഈ അടുക്കളയൊക്കെ തട്ടി കൊട്ടുമ്പോൾ നമുക്ക് ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ തക്കാളി, പച്ചമുളക്, ഉള്ളിയൊക്കെ നല്ലോണം കഴുകണം കേട്ടോ. ആദ്യം നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ പണികളൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ വേണം എടുക്കാൻ. എന്നാലേ നമുക്കൊരു നല്ലൊരു സംതൃപ്തിയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ തൊലിച്ച തൊലികളൊക്കെ അത് അപ്പം തന്നെ ഉണ്ട് ബാസ്ക്കറ്റ് കിട്ടൽ. അപ്പോൾ നല്ല വേണ്ട പണി തീരും ചെയ്യും. അത് പിന്നേക്ക് വെക്കരുത്, അപ്പോൾ തന്നെ വൃത്തിയാക്കിയാൽ തുടച്ചാൽ നല്ല വൃത്തിയായി. അപ്പോൾ നമ്മളെ പണികളും കുറേ കുറഞ്ഞ് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പഞ്ചസാര നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇടാനും വേണ്ടി ഒരു സ്പൂൺ എടുത്താൽ ആ സ്പൂൺ അപ്പം തന്നെ കഴുകി വെക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി അധികം എരിവാണെന്നുണ്ടെങ്കിൽ 4 ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മസ്റ്റാട്ടോ. അതിക്ക് നല്ല ടേസ്റ്റാണ് ഇനി ചെറുപ്പയർ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആദ്യം തന്നെ കറിക്കുള്ളതാണ് റെഡിയാക്കൽ. എന്നിട്ട് അത് കുക്കറിൽ വെച്ച് അതിന് ശേഷമാണ് മാവിനുള്ളതൊക്കെ റെഡിയാക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കുക്കർ അടച്ച് ഗ്യാസ് വെക്കുക. ഫ്ലെയിം ഓണാക്കിയിട്ട് ഗ്യാസ് വെക്കുക കേട്ടോ. ഇനി അതവിടെ കിടന്ന് വെന്തോളും. 3-4 വിസിലടിക്കുന്നവരെ സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് നമുക്ക് 4 വിസിലൊന്നും നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഓട്ടടയ്ക്കുള്ള മാവ് റെഡിയാക്കലാണ്. അപ്പോൾ ഒരു സേറ് അരിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. അത് നല്ലോണം കഴുകുക. അപ്പോൾ ഓട്ടട മാവ് ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ ഇതിന് മുന്നേ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ചേരുവകളൊക്കെ അതിൽ പറയുന്നുണ്ട്, അത് എല്ലാവരും പോയി കാണുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഓട്ടട ചട്ടി വെച്ചിട്ട് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിലുണ്ടാക്കുന്ന ഓട്ടട അത് വേറെ തന്നെ കേട്ടോ. ഗ്യാസിൽ ഉണ്ടാക്കിയാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല കേട്ടോ. നല്ലൊരു ഓട്ടട കിട്ടുകയെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി അടുപ്പ് കത്തിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിലുള്ള വെണ്ണീറൊക്കെ കോരിയെടുത്തതിന് ശേഷം ചകിരികൾ ഇങ്ങനെ ഇതുപോലെ വട്ടത്തിൽ വെച്ച് കൊടുക്കുക അടുപ്പിൻ്റെ ഉള്ളിൽ. ഇനി ഓലക്കൊടി കുറച്ചെടുത്ത് കത്തിച്ച് ആദ്യം നമ്മൾ ഇടടുപ്പുണ്ടല്ലോ, ചെറിയ അടുപ്പ്, ആ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കത്തിച്ച ഓലക്കൊടി ഇങ്ങനെ വെച്ച് കുറച്ചേരം പിടിക്കുക. അപ്പോൾ നല്ല പാളി ആ ഒരു എയറൊക്കെ ഒന്ന് പോകട്ടോ. അങ്ങനെ നമ്മൾ തീ കൂട്ടുകയാണെങ്കിൽ അധികം പുക ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇനി ഓട്ടടച്ചട്ടി നല്ല ചൂടായതിന് ശേഷം നമുക്ക് ആ മാവ് അതിലേക്ക് ഒരു കയ്യിൽ ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ വിട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ ഓട്ടട മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഒരു വെള്ളം എടുത്ത് കുറച്ച് കുടഞ്ഞു വെക്കുക. അപ്പോൾ വെള്ളമൊക്കെ എല്ലാം വറ്റി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടട ചട്ടി എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കയ്യിൽ ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ബബിൾസൊക്കെ വരുന്നത് വരെ വെച്ചതിന് ശേഷം 2 മിനിറ്റ് വെച്ചതിന് ശേഷം മൂടി വെക്കുക. ഇത് മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കുക. അപ്പോൾ നല്ല ഓട്ടട നമുക്ക് റെഡിയായി വരും. അപ്പോൾ ഓട്ടടമാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെക്കാതെ വെക്കുക. കണ്ടല്ലോ, ഇങ്ങനെ ബബിൾസ് വന്നതിന് ശേഷം മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓട്ടാട ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ കുറച്ച് തീ ഏറിയത് കൊണ്ട് തന്നെ നടു കുറച്ച് ഷോർട്ട് വന്നിട്ടുണ്ട്, കുറച്ച് വേവ് കുറവായിട്ടുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല, പക്ഷെ തീ കുറച്ച് കുറക്കുക.
അങ്ങനെ അടുത്തടുത്തൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുക. തീ കുറച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ കേട്ടോ. അധികം തീ ആയാൽ നടുവേവാതെ കിട്ടും. കണ്ടോ, ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം മൂടി വെക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചപ്പോൾ ഓട്ടട നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ഓട്ടട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അടുപ്പത്ത് നല്ല കണുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ചോറിന് വെള്ളം വെക്കാം. അത് നല്ലോണം വിറകും ചകിരിയൊക്കെ ഇട്ട് കത്തിക്കുക കേട്ടോ. ഞാൻ കുറേ ചകിരിയും വെക്കും, കുറേ ചിരട്ടയും വെച്ച് നല്ല കത്തിക്കലാണ്. അപ്പോൾ നമ്മളെ ചെറുപ്പയർ കറി ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുപ്പയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾ കുറച്ച് കൂടിയാണ്, അപ്പോൾ കുറച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക. ഇനി വറവിടാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചീരുള്ളിയിലാണ് വറവിടുന്നത്. ചീരുള്ളി ഇട്ട് കറിവേപ്പൊക്കെ ഇട്ട് ഒരു ചെറിയ വറ്റൽമുളകും ഇട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ചട്ടിയിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ചെറുപയറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചെറുപയർ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ പണികളും ചെയ്താൽ നമുക്ക് 9 മണിയാകുമ്പോഴത്തേന് നമ്മളെ എല്ലാ പണികളും തീരിട്ടോ. ചോറ്, കറി, ഉപ്പേരി, മീൻ പൊരിക്കലൊക്കെ കഴിയും. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് രാവിലെ തന്നെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വേഗം എടുത്താൽ വേഗം തന്നെ പണിയൊക്കെ തീരും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനി ചോറിന് അരി ഇടണം. അപ്പോൾ നമ്മൾ വെള്ളം ആദ്യം വെച്ചല്ലോ, വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി വേഗം കഴുകി 2-3 പ്രാവശ്യം കഴുകി ആ ഒരു കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിങ്ങനെ ഓരോ പണികളും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പാത്രങ്ങളും അപ്പം തന്നെ കഴുകി വെക്കല കേട്ടോ. എന്ത് സാധനം എടുക്കുകയാണെങ്കിലും അപ്പം തന്നെ കഴുകി വെക്കുക. അപ്പോൾ നമുക്ക് പണികൾ കുറേ കുറഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ നമ്മൾ അരിക്ക് വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകിയ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കത്തിച്ച് മൂടി വെക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട് കേട്ടോ. ഈ അടുപ്പത്തൊക്കെ എല്ലാം വേഗം ആകുന്നുണ്ട്. അപ്പോൾ ഓടടൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പ് തീ കിട്ടുമ്പോൾ അവിടെയാണ് ചോറും വെക്കൽ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്കലാണ് ചിലപ്പോൾ. ഇനി നമുക്ക് ഉപ്പേരിക്കുള്ളത് അറിയാം. അപ്പോൾ ബീട്രൂട്ടാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അത് വേഗം നമുക്ക് ഉപ്പേരി വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ കാരണം എന്താ പറയുക, ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോപ്പർ ഉള്ളതുകൊണ്ട് അരിഞ്ഞിങ്ങനെ കുറേ നേരം ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തോല് കളഞ്ഞ് കഴുകിയതിന് ശേഷം അതിലേക്ക് 4 കഷ്ണമാക്കി ഇട്ട് കൊടുത്താണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ഉപ്പേരിക്കുള്ളത് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഈ ചോപ്പർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിയതിന് ശേഷം ഉപ്പേരി ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആങ്ങളുടെ കടയിലൊക്കെ പോകുമ്പോൾ ഉപ്പേരിക്കുള്ളത് നല്ലോണം കൊണ്ടുവരും ഞാൻ. കറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഉപ്പേരി ഇവിടെ ഒന്നും റെഡി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നമ്മൾ അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചെല്ലാം കഴുകാൻ കേട്ടോ. അല്ല, ഈ ലോക്ക് തുറന്നാൽ ചോപ്പറിൻ്റെ ആ റൂണ് മേലേക്ക് ഉയരും. എന്നിട്ട് ഇതുപോലെ നല്ല 4 കഷ്ണാക്കിയാണ്ട് ഉപ്പേരിക്കുള്ളത് അതിലിട്ട് മൂടി വെച്ച് ആ ഒരു എന്താ പറയുക മെഷീൻ അതിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചോപ്പർ വാങ്ങിക്കോളി. ക്യാരറ്റ്, ബീട്രൂട്ട്, കാബേജ് അതൊക്കെ ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ മൂടി വെച്ച് ആ മെഷീൻ അതിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉപ്പേരിക്കുള്ളത് റെഡിയാവും. അപ്പോൾ അധികം റിസ്ക് ഒന്നും ഇല്ല കേട്ടോ ഇതൊന്നും ചെയ്യാൻ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ചോപ്പർ? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വാങ്ങി ഇതുപോലെയൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നല്ല ഇതാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ അരിഞ്ഞിങ്ങനെ ഇരിക്കണ്ട. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അധികം കുത്തി നിറക്കാതെ ചോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനം ഉപയോഗിച്ചാലും അപ്പം തന്നെ അത് കഴുകി വെച്ചാൽ ആ പണിയുടെ തീർന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ആ ചോപ്പറും കഴുകി വെച്ച് ഇനി ഉപ്പേരിക്കുള്ള ഇതിലേക്ക് 4 പച്ചമുളകൊക്കെ ചീന്തിയിട്ട് സ്റ്റവിൽ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിട്ട് ഈ ഒരു കൂട്ടയിലേക്ക് ഇട്ട് ഇളക്കി നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയാവും. അപ്പോൾ തന്നെ നമ്മളെ ചോറ് ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടാലേ നമ്മളെ അടുപ്പ് സൂപ്പറല്ലേ? ചോറൊക്കെ നല്ല തിളച്ച് വന്നു. അപ്പോൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കണേക്കാട്ടി നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളത് ഇങ്ങനെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ അടുപ്പത്ത് നല്ല തിളച്ചുണ്ടാക്കുന്ന ചോറാട്ടോ നല്ലത്. അപ്പോൾ ചായ ഉണ്ടാക്കിയ അടുപ്പത്ത് തന്നെ ചോറ് വെച്ചതുകൊണ്ട് ചോറും ഇവിടെ റെഡിയായി. അതുപോലെ ഇനി ഉപ്പേരി, ഇനി കറി ഉണ്ടാക്കാണ്ട്.
അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോൾ നമ്മൾ പണി ഫുള്ള് തീർത്തിരുന്നു. ഇതൊക്കെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ നോമ്പിനുള്ള എല്ലാ പണികളും തീർക്കണമല്ലോ. പിന്നെ വാതിലും ഒക്കെ നല്ല കഴുകിയെടുക്കാണ്ട് എല്ലാ പണികളും തീർത്ത് നമുക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ വേഗം പെട്ടെന്ന് തന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ തീർക്കുക എല്ലാവരും. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാറുണ്ട്, വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ മോഡലും അടിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ചാനൽ എല്ലാവരും പോയി കാണണം. അപ്പോൾ ആ ചാനലിൻ്റെ പേരാണ് വെറൈറ്റി വേൾഡ് ഡിസൈൻസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കും സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്കൊക്കെ വളരെ ഉപകാരമുള്ള വീഡിയോ ആണ് ആ ഒരു ചാനലിൽ വിടുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ആ ചാനലിൽ പോയി ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ വെന്തു. അതുപോലെ ചോറും അതിൻ്റെ കൂടെ തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനുണ്ട്. അപ്പോൾ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ വെണ്ടക്ക താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വെണ്ടക്ക താളിപ്പ് അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ മൺചട്ടിയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ മൺചട്ടി നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉലുവയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ ഇട്ടാണ്ടൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവ നല്ല പൊട്ടിയതിന് ശേഷം കറിവേപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വെളുത്തുള്ളി ചീരുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചി ഞാൻ ആഡാക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി. അപ്പോൾ ഉള്ളി വേഗം വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഇഞ്ചി ഇടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റുക. നല്ലോണം വഴറ്റി വന്നതിന് ശേഷം പച്ചമുളകും തക്കാളിയും ഇട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി ഒന്ന് മൂടി വെക്കുക. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്നാൽ നല്ലൊരു മയത്തിൽ നമുക്ക് കിട്ടും. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞ് വെക്കുക. 1 ഇഞ്ച് വലുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ നല്ല രസം ഈ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ കേട്ടോ. ഈ താളിപ്പിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. 2 ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് അധികം ഇളക്കാതെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം ഒന്നിങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയിലായതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയാൽ ഇതുപോലെ തിളക്കുക. അപ്പോൾ കുറച്ച് ആവിയൊക്കെ പോയതിന് ശേഷം മൂടി വെച്ച് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ പൊരിക്കാനുണ്ട്. അപ്പോൾ കോരമീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മസാലക്കൂട്ട് ഞാൻ ഷോർട്ട്സാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണണേ. വെളുത്തുള്ളി, ഇഞ്ചി, ചീരുള്ളി, പച്ചമുളക്, കറിവേപ്പൊക്കെ ഇട്ട് ആഡാക്കിയതാട്ടോ ഈ ഒരു മസാലക്കൂട്ട്. അപ്പോൾ അമ്മനെ കേംചട്ടിയിൽ പോയി കൊണ്ടുപോയി വരുമ്പോൾ കീശ്ശേരിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം പോയി വരുമ്പോഴാട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. നല്ല ചട്ടിയാണ്. ബീഫൊക്കെ വരട്ടാം. അപ്പോൾ ഇനി പെരുന്നാളൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ വരട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചട്ടി എന്തായാലും അർജൻറ്റാണ്. കാരണം ഒന്നുണ്ടായിനി, അത് പൊട്ടി. അപ്പോൾ ഇങ്ങനെ മയക്കിയെടുത്ത ചട്ടി തന്നെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ. നമുക്കിത് ജസ്റ്റ് ഒന്ന് കഴുകി അടുപ്പത്ത് വെക്കാം. ഇതുപോലെയുള്ള മൺപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം കേട്ടോ കൈകാര്യം ചെയ്യാൻ. കരുതി ഉപയോഗിക്കണം, അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെത് അങ്ങ് പൊട്ടിയതാണ്. അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ കുറേ കത്തിച്ച് അതിൽ എന്തോ ഇക്കാതെ അങ്ങനെ വെളിച്ചെണ്ണ വെച്ചാണ്ട് കുറേ നേരം കത്തി, അങ്ങനെ ടേറ് പൊട്ടി. അപ്പം ഇനി അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. മൺചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ സാധനമൊക്കെ ഇട്ടതിന് ശേഷം കുറേ നേരം കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സാക്കി വിട്ടിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണണേ. വത്തക്കയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള ഡ്രിങ്കാണ്.
അപ്പോൾ നമ്മുടെ നനച്ചുള്ളിപ്പണി കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുപ്പികൾ എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള ഗ്രിൽസിന് ഇതുപോലെ കർട്ടൻ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ കർട്ടനൊക്കെ അലക്കി വൃത്തിയാക്കിയതാട്ടോ ഇതൊക്കെ. ഈ ഒരു സ്പ്രിങ്ങിലാണ് തൂക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത കർട്ടനാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് അതും തൂക്കാം. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.